ജ്യോതിശാസ്ത്രപരമായും ജ്യോതിഷപരമായും ഏറെ പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട ജ്യേഷ്ഠ. വൃശ്ചികരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ജ്യോതിശാസ്ത്രപരമായ വശങ്ങൾ. ആസ്ട്രോണോമിക്കൽ ഫാക്ട്സ്. ജ്യോതിശാസ്ത്രമനുസരിച്ച് തൃക്കേട്ട എന്നത് ആന്ററസ് ആൽഫ സ്കോർപ്പി എന്ന നക്ഷത്രമാണ്. രാശി വൃശ്ചികം, സ്കോർപിയോ. സ്ഥാനം വൃശ്ചികം രാശിയിലെ 16°40 മുതൽ 30°00 വരെ. പ്രത്യേകത: ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള ചുവന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണിത്. ഇതിനെ വൃശ്ചികത്തിന്റെ ഹൃദയം എന്ന് വിളിക്കുന്നു. 2. ജ്യോതിഷപരമായ പ്രത്യേകതകൾ. ആസ്ട്രോളജിക്കൽ ട്രെയ്റ്റ്സ്. അധിപൻ ബുധൻ. മെർക്യുറി. ദേവത ഇന്ദ്രൻ. ചിഹ്നം കുട, കമ്മൽ അല്ലെങ്കിൽ സംരക്ഷണ ചക്രം. സ്വഭാവം: തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും. കുടുംബത്തിൽ മൂത്തവരാകാനോ അല്ലെങ്കിൽ മൂത്തവന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ഇവർക്ക് യോഗമുണ്ട്. 3. വിദ്യാഭ്യാസം, തൊഴിൽ. എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ. വിദ്യ. ബുധൻ അധിപനായതിനാൽ കണക്ക്, നിയമം, പത്രപ്രവർത്തനം, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. വിശകലന പാടവം കൂടുതലായിരിക്കും. തൊഴിൽ. ഭരണപരമായ ജോലികൾ, അഡ്മിനിസ്ട്രേഷൻ, സൈന്യം, പോലീസ്, എഞ്ചിനീയറിംഗ്, ബിസിനസ് എന്നിവ ഇവർക്ക് അനുയോജ്യമാണ്. സ്വന്തം പരിശ്രമത്തിലൂടെ ഇവർ ഉയർച്ച കൈവരിക്കും. 4. വിവാഹം, പൊരുത്തം. മാരിയേജ് ആൻഡ് കമ്പാറ്റബിലിറ്റി. സ്വഭാവം: പങ്കാളിയോട് അമിതമായ സ്നേഹവും അതേസമയം തന്നെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണതയും കാണിച്ചേക്കാം. പൊരുത്തം. ഉത്രം, ഉത്രാടം, രോഹിണി, അത്തം എന്നീ നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തം കാണാറുണ്ട്. ചൊവ്വാദോഷം. തൃക്കേട്ട വൃശ്ചിക രാശിയിലായതിനാൽ ചൊവ്വയുടെ സ്വാധീനമുണ്ട്. അതിനാൽ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥാനം കൂടി നോക്കി മാത്രമേ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാവൂ. 5. കണ്ടകശനി, ദശാഫലങ്ങൾ. ശനീദോഷ ആൻഡ് ദശ. കണ്ടകശനി. ശനി 4, 7, 10 രാശികളിൽ നിൽക്കുന്ന സമയമാണ് കണ്ടകശനി. തൃക്കേട്ടക്കാർക്ക് മാനസിക വിഷമങ്ങളും ജോലിയിൽ തടസ്സങ്ങളും ഈ സമയത്ത് ഉണ്ടായേക്കാം. ദശ. ജനനസമയത്ത് ബുധദശയായിരിക്കും. തുടർന്ന് കേതു, ശുക്രൻ എന്നീ ദശകൾ വരുന്നു. ശനിദശയും കണ്ടകശനിയും ഒരേ സമയം വരുന്നത് കഠിനമായേക്കാം. എങ്കിലും കഠിനാധ്വാനത്തിലൂടെ ഇത് മറികടക്കാം. 6. സാമ്പത്തികം, ഫൈനാൻസ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ രണ്ടാം പകുതിയിലായിരിക്കും ഇവർ കൂടുതൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നത്. ആഡംബരത്തിന് പണം ചിലവാക്കുമെങ്കിലും കരുതിവെക്കാനുള്ള സ്വഭാവവും ഇവർക്കുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിക്കോഷൻസ്. 1. മുൻകോപം. ദേഷ്യം നിയന്ത്രിക്കുന്നത് ജീവിതവിജയത്തിന് സഹായിക്കും. 2. ആരോഗ്യം. ഉദരസംബന്ധമായ അസുഖങ്ങളും പേശീവേദനയും ശ്രദ്ധിക്കണം. കുറിപ്പ്: മേൽപ്പറഞ്ഞവ നക്ഷത്രത്തിന്റെ പൊതുവായ ഗുണങ്ങളാണ്. കൃത്യമായ ഫലപ്രവചനത്തിന് ജനനസമയവും ഗ്രഹനിലയും വെച്ചുള്ള ജാതകപരിശോധന അത്യാവശ്യമാണ്. നിങ്ങളുടെയോ മറ്റാരുടെയെങ്കിലും ജാതകത്തിലെ ഗ്രഹനിലയെക്കുറിച്ച്, ഉദാഹരണത്തിന് ചൊവ്വയുടെയോ ശനിയുടെയോ സ്ഥാനം കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും ശത്രുദോഷം, കണ്ണേറ് അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. പ്രശസ്തരായ തൃക്കേട്ട നക്ഷത്രക്കാർ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖർ വിവിധ മേഖലകളിൽ തനതായ മുദ്ര പതിപ്പിച്ചവരാണ്. ചില ഉദാഹരണങ്ങൾ: അനിരുദ്ധ് രവിചന്ദർ, പ്രശസ്ത സംഗീത സംവിധായകൻ. നരസിംഹറാവു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. വി. ലക്ഷ്മൺ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. കപിൽ ദേവ്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. ചില ഗണനകൾ പ്രകാരം. ടൈഗർ വുഡ്സ്, വിശ്വപ്രസിദ്ധ ഗോൾഫ് താരം. 2. ശത്രുദോഷം, ബാധാദോഷം എന്നിവയ്ക്കുള്ള പരിഹാരങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രനായതിനാലും രാശിനാഥൻ ചൊവ്വയായതിനാലും ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്നത് ദോഷങ്ങൾ മാറാൻ ഉത്തമമാണ്. ശത്രുദോഷം മാറ്റാൻ. തൃക്കേട്ടക്കാർക്ക് പലപ്പോഴും അനാവശ്യമായ ശത്രുതകൾ ഉണ്ടായേക്കാം. ഇത് മാറാൻ താഴെ പറയുന്നവ ഗുണകരമാണ്. പ്രത്യങ്കിരാഹോമം അല്ലെങ്കിൽ സുദർശനഹോമം. ശത്രുക്കളുടെ ശല്യമകറ്റാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. ഭദ്രകാളി ഭജനം. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ശത്രുദോഷം അകറ്റാൻ സഹായിക്കും. സുബ്രഹ്മണ്യസ്വാമി. ചൊവ്വയുടെ ദോഷം കുറയ്ക്കാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് പാൽ അഭിഷേകം നടത്തുന്നതും ഉത്തമമാണ്. ബാധാദോഷം, നെഗറ്റീവ് എനർജി മാറ്റാൻ. മാനസികമായ തളർച്ചയോ അകാരണമായ ഭയമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവ പരീക്ഷിക്കാം. ഹനുമാൻ ചാലിസ. ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് സംരക്ഷണം നൽകും. വീടിന്റെ തെക്കുഭാഗത്ത് ഹനുമാന്റെ ചിത്രം വയ്ക്കുന്നതും നല്ലതാണ്. കറുത്ത എള്ളും ഉഴുന്നും
ശനിയാഴ്ചകളിൽ ഇവ ദാനം ചെയ്യുന്നത് ബാധാദോഷങ്ങൾ മാറാൻ സഹായിക്കും. വേപ്പിന്റെ തൈ നട്ടുപിടിപ്പിക്കുക. തൃക്കേട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം വേപ്പാണ്. വീട്ടുപരിസരത്ത് വേപ്പ് നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് നക്ഷത്രദേവതയുടെ പ്രീതിക്ക് കാരണമാകും. 3. ജ്യോതിഷപരമായ മറ്റ് പരിഹാരങ്ങൾ. നക്ഷത്രദേവതാ പ്രീതി. തൃക്കേട്ടയുടെ അധിപൻ ബുധനായതിനാൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. നിറങ്ങൾ. പച്ച, ചുവപ്പ് നിറങ്ങൾ അനുകൂലമായിരിക്കും. പ്രധാന കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസം നൽകും. മന്ത്രം. ഓം ഇന്ദ്രായ നമ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ കുടുംബത്തിൽ തടസ്സങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ വീടിന്റെ ഐശ്വര്യത്തിനായി മഹാലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി ദീപം തെളിയിക്കുന്നതോ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക.